ഇന്ത്യൻ ചെസ് താരം അർജുൻ എറൈഗൈസി ഇ സ്പോർട്സ് വേൾഡ് കപ്പ് സെമിയിൽ ഇയാൻ നെബോംനിയാച്ചിയെ തോൽപ്പിച്ചാണ് അർജുൻ സെമിയിൽ കടന്നത്. ലോക ബ്ലീറ്റ്സ് ചാമ്പ്യനെ തോൽപ്പിച്ചാണ് അർജുന്റെ മുന്നേറ്റം. വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ്. അജിത്ത്, മികച്ച നേട്ടമാണല്ലോ. തീർച്ചയായും ബിനിൽ, ഇന്ത്യൻ ചെസ്സിനെ സംബന്ധിച്ച് സുവർണ കാലഘട്ടമെന്ന് അടയാളപ്പെടുത്തി പറയേണ്ട സമയമായിരിക്കുന്നു എന്നത് ഉറപ്പാണ്. എല്ലാ മേഖലയിലും ഇന്ത്യൻ ചെസ്സിന്റെ മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. ഈ സ്പോർട്സ് വേൾഡ് കപ്പ് നടക്കുമ്പോൾ 2 ഇന്ത്യൻ താരങ്ങളായിരുന്നു ക്വാർട്ടർ ഫൈനലിൽ ഉണ്ടായിരുന്നത്. അതിൽ അർജുൻ എറൈഗൈസി നെപ്പോയെ തോൽപ്പിച്ചുകൊണ്ട് ആധികാരികമായ വിജയം നേടിക്കൊണ്ടാണ് ഇപ്പോൾ സെമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യ മത്സരം സമനിലയിൽ വന്ന കളിയിൽ 2ാം മത്സരത്തിൽ ബ്ലാക്ക് പീസുകൾ ഉപയോഗിച്ച് അർജുൻ ജയിക്കുകയായിരുന്നു. 3ാം മത്സരത്തിൽ നെപ്പോ തിരിച്ച് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം നിർണായകമായ 4ാം മത്സരത്തിൽ അർജുൻ എറൈഗൈസി വിജയിക്കുകയായിരുന്നു. 26ാം നീക്കത്തിൽ നെപ്പോയ്ക്കുണ്ടായ ഒരു പിഴവ് മുതലെടുത്താണ് അർജുൻ വിജയം കൈവരിച്ചത്. ശക്തമായ മത്സരമായിരുന്നു അതിനുശേഷം അർജുന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആ പിഴവിനെ തുടർന്നുള്ള എല്ലാ നീക്കങ്ങളും, അർജുന്റെ നീക്കങ്ങൾ മികച്ച നീക്കങ്ങളായിരുന്നു എന്നുള്ളതാണ് കമ്പ്യൂട്ടർ എഞ്ചിന് വരെ പറയുന്നത്. അത്തരത്തിൽ മികച്ച നീക്കങ്ങളൊടുവിലാണ് സെമിയിലേക്ക് അർജുൻ വിജയിച്ച് കയറിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു മത്സരത്തിൽ അലിനുഷ്യ ഫിറോഷിയ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. നോർദിർബർഗ് അബ്ദുൽ സത്രാവിനെ തോപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ സെമിയിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ 2 താരങ്ങൾ ഇപ്പോൾ സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ലിവോൺ ആരോണിയും ഹിക്കാരോ നാക്കമുറയും തമ്മിലുള്ള മത്സരം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും അല്പസമയത്തിനുള്ളിൽ തന്നെ ലോകമാകെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന മാഗ്നസ് കാൾസനും നിഹാൽ സെരിനും തമ്മിലുള്ള മത്സരം കൂടി ആരംഭിക്കും. അതിലെ വിജയി കൂടി അങ്ങനെ 4 പേർ സെമിയിൽ ഏറ്റുമുട്ടുമ്പോൾ മലയാളികൾ അടക്കം ആവേശത്തോടെ നോക്കുന്ന നിഹാൽ സെരിന്റെ മത്സരം മാഗ്നസ് കാൾസനുമായി എങ്ങനെ, നിഹാൽ സെരിന്റെ പ്ലേ എങ്ങനെയായിരിക്കും എന്നുൾപ്പെടെയുള്ളത് ലോകമാകെ നോക്കുകയാണ്. അത്തരത്തിൽ ആ മത്സരം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഏതാണെങ്കിലും ഇന്ത്യൻ താരമായ അർജുൻ എറൈഗൈസി സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 287 പേർ മത്സരിച്ച, ലോകത്താകെ മത്സരിച്ച ശ്രദ്ധ കേന്ദ്രീകൃതമായ മത്സരത്തിൽ അവസാന 4-ൽ ഒരാളായി ഇന്ത്യൻ താരമായ അർജുൻ എറൈഗൈസി എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രത്യേകമായ കാര്യം കൂടിയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ചെസ് അതിന്റെ സുവർണ കാലത്ത് കൂടിയാണ് കടന്നു പോകുന്നതെന്ന് അടയാളപ്പെടുത്തി പറയേണ്ട കാലമാണ് ബിനിൽ. ഉറപ്പായും അജിത് ബാബു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ സമീപകാലത്ത് ഒരുപാട് നേട്ടങ്ങൾ ഇന്ത്യയെ തേടിയെത്തി. ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യ എത്തി. ഇപ്പോൾ ഇതാ ഇന്ത്യൻ താരം അർജുൻ എറൈഗൈസി ഇ സ്പോർട്സ് വേൾഡ് കപ്പ് സെമിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട താരമായിട്ടുള്ള മാഗ്നസ് കാൾസനുമായിട്ടുള്ള മലയാളി നിഹാൽ സെരിന്റെ പോരാട്ടത്തിനാണ് എല്ലാവരും കാതോർക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അജിത് ബാബു.